ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ആർക്കെ നെക്സ്റ്റ്. ഇറ്റ്സ് മീ അഖിൽ. മക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് +1 ഫസ്റ്റ് ചാപ്റ്റർ ആയ മാത്സിലെ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സെറ്റ്സ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേ. ദ കളക്ഷൻ ഓഫ് 2 ബെസ്റ്റ് ഫുട്ബോൾ പ്ലേയേഴ്സ് ഇൻ ദ വേൾഡ്. റെഡി? അപ്പൊ നമുക്കറിയാം സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്. നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്? ഇറ്റ്സ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്. അപ്പൊ എന്റെ ഡൗട്ട്, 2 ബെസ്റ്റ് ഫുട്ബോൾ പ്ലേയേഴ്സ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണോ അല്ലയോ? ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് 2 ഫുട്ബോൾ പ്ലേയേഴ്സ് ആരാ? പെട്ടെന്ന് നമ്മൾ ആൻസർ പറയാ. ഒന്നുകിൽ മെസ്സി, റൊണാൾഡോ എന്ന് ഒരാൾ ആൻസർ പറഞ്ഞു. വേറൊരാളോട് ചോദിച്ചു ഏറ്റവും ബെസ്റ്റ് ആരാ? അവർ പറയാണ് മെസ്സി അത്ര വലിയ ബെസ്റ്റ് ഒന്നുമല്ല, റൊണാൾഡോയും നെയ്മറും ആണ് ബെസ്റ്റ് എന്ന് പറഞ്ഞു. ഇനി വേറെ ആൾ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഇവരെ കയ്യിലൊന്നും വേൾഡ് കപ്പ് ഇല്ല, മെസ്സിയാണ് ഏറ്റവും ബെസ്റ്റ്. ഇങ്ങനെ പേഴ്സൺ ടു പേഴ്സൺ ആൻസർ വാരി ചെയ്തുകൂടെ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എല്ലാവർക്കും ഒരേപോലെയാണോ ആൻസർ ഉണ്ടാവുക? ഓരോരുത്തർക്കും ഓരോ ആൻസർ ആയിരിക്കില്ലേ ഈ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലുള്ള പ്രശ്നം അതാണ്. അതിനെ നമുക്ക് വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് നോട്ട് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. വെൽ ഡിഫൈൻ ആണെങ്കിൽ നിങ്ങൾ ആരോട് ചോദിച്ചാലും അവർക്ക് വ്യക്തമായ ഒരു ഉത്തരം. ഒന്നുകിൽ നമ്മുടെ കളക്ഷനിൽ അത് യെസ് അല്ലെങ്കിൽ അത് നോ. അത്രയും കൃത്യമായിട്ട് എല്ലാവർക്കും ഡിഫൈൻ ആയിട്ട് പറയാൻ പറ്റുകയാണെങ്കിലേ നമുക്ക് അതിനെ വെൽ ഡിഫൈൻഡ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ ഒന്നാമത്തെ ചോദ്യം, അത് പേഴ്സൺ ടു പേഴ്സൺ ആൻസർ വാരി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരാൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയി തോന്നുന്നത് ആയിരിക്കില്ല മറ്റൊരാൾക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നുക. അതുകൊണ്ട് നമ്മൾ പറയുന്നു ഈ ഫസ്റ്റ് വൺ അതൊരു സെറ്റ് അല്ല. അല്ല എന്ന് പറഞ്ഞാൽ അല്ല. എന്നാൽ രണ്ടാമത്തെ നോക്കാവേ. ഇനി യെസ് വരുന്ന ഒരെണ്ണം നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന്. സെക്കൻഡ് വൺ, ദ കളക്ഷൻ ഓഫ് ഓൾ ദ മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ദ ലെറ്റർ ജെ. ജെ എന്ന് പറയുന്ന ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വർഷത്തിലെ മാസങ്ങൾ. ഇതൊരു കളക്ഷൻ ആണോ? ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണോ? ആൻസർ ഏതൊക്കെയാ വരിക? ജയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ജാനുവരി ഉണ്ടല്ലോ. അതല്ലാതെ ഏതാണുള്ളത്? ജൂൺ ഉണ്ട് അല്ലെ. വേറെ ജൂലൈ. ഓക്കെ, ഈ 3 എണ്ണം ഉണ്ടാവുക. ജാനുവരി, ജൂൺ, ജൂലൈ. വേറെ ഏതെങ്കിലും ജയിൽ ഉള്ളതുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഈ 3 എണ്ണമാണ്. അതിപ്പോ നിങ്ങൾ ആരോട് ചോദിച്ചാലും ഈ 3 എണ്ണം തന്നെയല്ലേ നമുക്ക് ആൻസർ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ നമുക്ക് പറയാം ഇതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണ്. ഇനി കുറച്ചും കൂടി ഒരു ക്ലിയാരിറ്റി ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കി തരാൻ വേണ്ടി ഞാൻ ചെറിയൊരു പണി എടുക്കുകയാണ്. ഞാൻ പറയുന്ന ഈ ഒരു കളക്ഷൻ എന്ന് വെച്ചാൽ ഒരു വർഷത്തിലെ മാസങ്ങൾ എന്ന് പറഞ്ഞ കളക്ഷൻ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇതാണ് ആ കളക്ഷൻ. എന്നിട്ട് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്ട് എടുക്കുക. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരെണ്ണം ഈ സാമ്പിളിൽ വരുമോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു സാമ്പിൾ എടുക്കുകയാണ്. ഞാൻ പറയാണ് ഫെബ്രുവരി ജയിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ല. അപ്പൊ നമുക്ക് പറയാം ഈ കളക്ഷനിൽ അത് പറ്റത്തില്ല, നോ ആണ്. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ, ഞാൻ ജൂൺ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് യെസ് ആന്ന് പറയാം, മാർച്ച് പറഞ്ഞാൽ നോ ആന്ന് പറയാം. അതിപ്പോ ആരോട് ചോദിച്ചാലും അവർ ആ ഒരു ആൻസർ അല്ലേ പറയുള്ളൂ. ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് നിങ്ങൾക്ക് വെൽ ഡിഫൈൻ ആയിട്ട് നിങ്ങൾക്ക് അത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആൻസർ ഈസ് യെസ്, ഇറ്റ്സ് എ സെറ്റ്. ഓക്കെ, അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയില്ലേ? നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. എ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ ഓഫ് ദ വേൾഡ്. ആനിമൽസ് ഓഫ് ദ വേൾഡ് എന്ത്? മോസ്റ്റ് ഡേഞ്ചറസ്. എന്നോടാണ് ചോദിക്കുന്നതെങ്കിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ആനിമൽ ഏതാ? ഞാൻ പറയും എനിക്ക് പാമ്പിനെ ഭയങ്കര പേടിയാ. അയ്യോ പാമ്പ്. എന്താ കാര്യം? പാമ്പിനെയൊക്കെ നമ്മൾ അറിയാതെ ഒന്ന് ചവിട്ടി പോയാൽ തന്നെ പാമ്പ് കടിച്ചു കൊന്നിണ്ടാവും. അയ്യോ പാമ്പേ സോറി, ഞാൻ അറിയാതെ ചവിട്ടിയതാന്ന് പറയാനുള്ള ഒരു ചാൻസ് പാമ്പ് തരുമോ? അതിന്റെ മുന്നേ നമ്മൾ കൊത്തി കൊന്നിട്ടുണ്ടാവും. എനിക്ക് പാമ്പിനെ ഭയങ്കര പേടിയാണ്. ഇനി ഞാൻ എന്റെ കേസ് പറഞ്ഞല്ലേ, ഞാനിപ്പോ വാവ സുരേഷിനോട് പറയാണ്, നമ്മുടെ സുരേഷ് ചേട്ടനോട്, പാമ്പ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ മൂപ്പർ എന്താ പറയാ? പാമ്പ് ഒരു പാവം ജീവിയാണ്, ഒന്നും ചെയ്യത്തില്ല, ഒരു പാവം ജീവി, ഒരു ഉമ്മ കൊടുക്കാൻ തോന്നും, അത്രയും പാവം ജീവി. മീൻസ് അങ്ങേരുടെ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് പാമ്പ് ഒരു പാവം ജീവിയാണ്. പേഴ്സൺ ടു പേഴ്സൺ ആൻസർ വാരി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഡേഞ്ചറസ് എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് സിംഹത്തിനെയും പുലിയെയും ആനേനെയും ഒക്കെ ആയിരിക്കും പേടി. ചിലവർക്കോ കൂറ, പാറ്റ, എട്ടുകാലി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും ചിലർക്ക് പേടി ഉണ്ടാവുക. അത് പേഴ്സൺ ടു പേഴ്സൺ ആൻസർ വാരി ചെയ്ത് കളിക്കും. സോ നമുക്ക് പറയാം ഇതൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷൻ അല്ല. ഇറ്റ്സ് നോട്ട് എ സെറ്റ്. ഓക്കെ, എന്നാ അടുത്ത നോക്കണേ. ദ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സിന്റെ കളക്ഷൻ അത് സെറ്റ് അല്ലേ? ഒരു ഡൗട്ടും വേണ്ട, അത് സെറ്റ് ആണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്ക് യൂസ് ചെയ്യാം. ബോയ്സ് ഇൻ യുവർ ക്ലാസ് ഒന്നും കൂടെ മാറ്റി വെക്കുക. എന്നിട്ട് ഒരു കുട്ടിയെ സെലക്ട് ചെയ്യാം. മോനെ, നമ്മുടെ ക്ലാസ്സിലെ ബോയ് ആണോ അല്ലയോ? കറക്റ്റ് ആയിട്ട് പറഞ്ഞൂടെ? കണ്ടാൽ നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങളുടെ ക്ലാസ്സിലെ ബോയ് ആണോ അല്ലയോ? ആണെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. അങ്ങനെ കൃത്യമായിട്ട് ഓരോരുത്തരെ വെച്ച് നിങ്ങൾക്ക് നോക്കിയാൽ വ്യക്തമായിട്ട് പറയാൻ പറ്റും ഇറ്റ്സ് യെസ് ഓർ നോ. അപ്പൊ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് പറയാം ഇതൊരു വെൽ ഡിഫൈൻ ആയിട്ടുള്ള കളക്ഷൻ ആണ്. ഇനി നിങ്ങൾക്കുള്ള ഒരു ടാസ്ക് അവസാനത്തെ നോക്കിക്കോണേ. ദ കളക്ഷൻ ഓഫ്
10 മോസ്റ്റ് ടാലന്റഡ് ആക്ടേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള 10 ആക്ടേഴ്സ്. ഇതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണോ? വിച്ച് മീൻസ് ഇതൊരു സെറ്റ് ആണോ അല്ലയോ? നിങ്ങൾ ഒന്ന് ശരിക്കും ആലോചിച്ച് തെറ്റിക്കാതെ നിങ്ങളുടെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും ഇതേപോലെയുള്ള വീഡിയോസ് ആയിട്ട് പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് കണ്ടുമുട്ടാം. സോ സീ യു, ബൈ ബൈ.